ഈ വർഷത്തെ മൺസൂണിൽ യഥാർത്ഥത്തിൽ ഒരു ടിപ്പിക്കൽ ക്ലാസിക്കൽ മൺസൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്ത മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദിവസം കിട്ടിയ മഴയാണ്. അത് തീവ്രമഴ തന്നെ പ്രതീക്ഷിക്കാം. ആക്റ്റീവ് സ്പെല്ല് ഇത്തരം സിസ്റ്റങ്ങൾ വഴി വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഇതിലൊരു അസ്വാഭാവികതയുമില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മൺസൂൺ സജീവ കാലഘട്ടമാണ്. മൺസൂൺ സമയത്ത് ഏത് മൺസൂൺ കാലഘട്ടത്തിലും ഈവൻ എല്ലിനോ പറയുന്ന അവസരങ്ങളിൽ പോലും ഒരു സജീവ കാലഘട്ടത്തിലേക്ക് മൺസൂൺ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരേ പ്രദേശത്ത് തന്നെ ഈ ദീർഘകാലം മഴയില്ലാതെ നിന്നിട്ട് പിന്നീട് ഒരു 1-2 സ്പെല്ലായിട്ട് അതിതീവ്ര മഴ വരുന്ന ആ ഒരു പാറ്റേണിലേക്ക് മഴ പെയ്ത്ത രീതി മാറി. 11 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് മഴയുടെ കാര്യത്തിൽ പറയുന്നത്. അറബിക്കടലിൽ ഈ മേഘരൂപീകരണത്തിന് മേഘത്തിൻ്റെ ഘടന മാറുന്നു. ഒരു പക്ഷേ കാറ്റൂടെ അനുകൂലമായിരുന്നെങ്കിൽ ഇത് ഇത്രയും മേഘങ്ങൾ കരയിലേക്ക് കയറുകയും ഇതിനേക്കാളിലും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. തുലാമഴയെ നമ്മൾ ഇപ്പം അധികം ക്രിട്ടിക്കലായിട്ട് അതിനെ എല്ലിനോ എഫക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. തുലാമഴ ഒരു വില്ലനായിട്ടാണ് വരുന്നത് പലതരത്തിലും. റൈറ്റ് അവറിൽ ഡോക്ടർ എസ് അഭിലാഷ്, സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴയായിരുന്നു കേരളത്തിൽ പെയ്തത്. ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരു അതിതീവ്ര മഴ പെയ്യാനുള്ളൊരു സാഹചര്യം എന്താണ്? മൺസൂൺ സമയത്ത് എല്ലാ മൺസൂൺ സീസണിലും ഒരു 3-4 ആക്റ്റീവ് സ്പെൽസ് ഉണ്ടാകാറുണ്ട്. മൺസൂൺ അതിൻ്റെ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അവസരത്തിൽ നമ്മളെന്നും കേൾക്കാറുണ്ട് അതിതീവ്ര മഴ. ഒരു ദിവസമല്ല, 2, 3, 4 ദിവസമൊക്കെ നീണ്ടു നിന്ന് പെയ്യുന്ന അതിതീവ്ര മഴകൾ ഉണ്ടാകാറുണ്ട്. 2018 ഉണ്ടായിട്ടുണ്ട്, 19 20 24 അപ്പോൾ ഇത് ഒരു മൺസൂണിൻ്റെ ഇതിലൊരു അസ്വാഭാവികതയുമില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മൺസൂൺ സജീവ കാലഘട്ടമാണ്. അതും പണ്ടുകാലത്ത് ഉണ്ടാകുന്ന പോലെ 3-4 ദിവസം ഇത് നീണ്ടു നിന്നില്ല, 2 ദിവസം കൊണ്ട് മഴ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് കുറേ ഘടകങ്ങളുണ്ട്. കാരണം മൺസൂൺ മഴയെ സജീവമാക്കുന്ന കുറേ കാലാവസ്ഥാ ഘടകങ്ങളുണ്ട്. ഈ ഓഫ് ഷോർ ട്രഫ്, അതായത് പശ്ചിമ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി വരണം. അതുപോലെ സെൻട്രൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് മൺസൂൺ മഴപ്പാത്തി വരണം. ആ മൺസൂൺ മഴപ്പാത്തിയെ കേന്ദ്രീകരിച്ച് ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും ഉണ്ടാകും. പിന്നെ പസഫിക്കിൽ ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റംസും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് പൊതുവേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മൺസൂൺ അതിൻ്റെ ആക്റ്റീവ് ഫേസിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതൊരു അങ്ങനെ സംഭവിച്ചത്. എന്നാൽ സാധാരണ ആക്റ്റീവ് ഫേസിലേക്ക് മൺസൂൺ വരുന്ന സമയത്ത് സ്റ്റേറ്റ് വൈഡ് റെയിൻഫാൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2018 19 12 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്റർ വരെ മഴയൊക്കെ സ്റ്റേറ്റ് വൈഡ് ഒറ്റ ദിവസം കിട്ടിയ അവസരങ്ങളുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് അത്രയും പോലും ഇല്ല. സ്റ്റേറ്റ് വൈഡ് നമ്മൾ മഴ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 80 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചേക്കുന്നത്. 8 സെൻറ്റിമീറ്റർ മഴയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ മഴ കേന്ദ്രീകരിക്കപ്പെട്ടത് ഒരു 3 ജില്ലകളിലാണെന്നുള്ളതാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ആ മഴ കേന്ദ്രീകരിച്ചു. അവിടെ സംഭവിച്ചത് വ്യാപകമായിട്ടുള്ള അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ അസ്വാഭാവികതയില്ല. മൺസൂൺ സമയത്ത് ഏത് മൺസൂൺ കാലഘട്ടത്തിലും ഈവൻ എല്ലിനോ പറയുന്ന അവസരങ്ങളിൽ പോലും ഒരു സജീവ കാലഘട്ടത്തിലേക്ക് മൺസൂൺ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. മഴ കൂടുതലാണെന്ന് നമുക്ക് അനുഭവത്തിലുണ്ടെങ്കിലും പൊതുവിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മഴ കുറവാണ്, അല്ലെങ്കിൽ മഴ ലഭ്യത കേരളത്തിന് കുറവാണ് എന്നുള്ള കണക്കുകളുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് മൺസൂണിൻ്റെ മഴയിലുണ്ടാകുന്ന വിതരണത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരേ പ്രദേശത്ത് തന്നെ ഈ ദീർഘകാലം മഴയില്ലാതെ നിന്നിട്ട് പിന്നീട് ഒരു 1-2 സ്പെല്ലായിട്ട് അതിതീവ്ര മഴ വരുന്ന ആ ഒരു പാറ്റേണിലേക്ക് മഴ പെയ്ത്ത രീതി മാറി. അപ്പോൾ അത് ആഗോളതാപനത്തിൻ്റെ ഒരു ഫുട് പ്രിൻ്റാണ്. അത് ലോകവ്യാപകമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. വലിയ മഴകൾക്കുള്ള ബിറ്റ്വീൻ ഒരു ഇടവേളകൾ കൂടുന്നു, പിന്നെ വരുന്നത് ഒരു നല്ല അതിതീവ്ര മഴയായിട്ട് മാറുന്നു. അപ്പം അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് ഗ്ലോബലി അല്ലെങ്കിൽ ലോക്കലി ഉള്ള ഒരു റിഫ്ലക്ഷനാണ്. അപ്പം അവിടെ അതുകൊണ്ട് ഒരു പ്രദേശത്ത് തന്നെ വളരെക്കാലം നീണ്ടു നിൽക്കുന്ന വെള്ളക്കുറവ്, ജല ദൗർലഭ്യം ഉണ്ടാകുന്ന പ്രദേശത്ത് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ വരൾച്ച ഫ്ലഡായിട്ട് മാറുന്ന അവസ്ഥ, അതാണ് നമ്മൾ ഈ കണ്ടത്. കാരണം നമ്മൾ ഈ സ്പെല്ല് തുടങ്ങുന്നതിന് മുമ്പ് വരെ കേരളത്തിലെ മഴക്കുറവ് 36%. ഇന്നലെ കഴിഞ്ഞ 2 ദിവസത്തെ മഴ കൊണ്ട് അത് 26% കുറഞ്ഞു. അപ്പം ആ മഴക്കുറവ് ഉണ്ടായിരുന്ന ഇടുക്കിയിലൊക്കെ 50%, പത്തനംതിട്ടയൊക്കെ 30% ഒക്കെ മഴക്കുറവാണ്. ആ മഴക്കുറവുള്ള സ്ഥലത്ത് ഒറ്റ ദിവസം കൊണ്ട് ആ എൻ്റയർ സിറ്റുവേഷൻ തന്നെ മാറി.
അപ്പോൾ നമ്മൾ കാഷ്വലായിട്ടാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരേ പ്രദേശത്ത് തന്നെ വരൾച്ചയുടെ ആഘാതം കൂടും, അതോടൊപ്പം തന്നെ പ്രളയം വരുമെന്ന്. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി ആ ഒരു റിഫ്ലക്ഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിയാലിറ്റിയാണ് അനുഭവിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിയാലിറ്റി തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഉള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ അസമിലൊക്കെ ആണെങ്കിലും വലിയ പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും മഴക്കുറവ് എന്നുള്ളൊരു സാഹചര്യമുണ്ടോ? ഇപ്പം പാൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എല്ലിനോയുടെ പാർട്ടായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ മൺസൂൺ ഫോർകാസ്റ്റ് ബിലോ നോർമൽ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിട്ട് 90% ആണ് പ്രവചിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അന്നും നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമായിരിക്കും. ഇപ്പം 90% മഴക്കുറവ് ഇന്ത്യ മുഴുവൻ ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില പ്രദേശങ്ങളിൽ അത് മഴ കൂടുതലായിരിക്കും, ചില പ്രദേശങ്ങളിൽ അത് അതിതീവ്ര മഴയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഒരു എല്ലിനോ വരുന്ന വർഷമാണെങ്കിൽ പോലും അത് ആ വർഷങ്ങളിലും പല പ്രദേശങ്ങളിലും അതിതീവ്ര മഴ ഉണ്ടാകാമെന്നുള്ളത്. അതിപ്പം ഗുജറാത്തിലൊക്കെ രേഖപ്പെടുത്തിയത് അവരുടെ ചരിത്രത്തിൽ 1000 മില്ലിമീറ്റർ മഴ ഒറ്റ ദിവസം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് മഴക്കുറവിന് ഉള്ളിൽ നിന്നുകൊണ്ടുപോലും ഈ പറഞ്ഞ പോലെ അതിതീവ്ര മഴകൾ ആ ഒറ്റ ദിവസത്തെ മഴ കൊണ്ടാണ് ആ പ്രദേശത്തെ മഴക്കുറവിനെ സീസണിൽ കിട്ടേണ്ട മഴ മൊത്തവും ഒറ്റ ദിവസം കൊണ്ട് പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ 100-150 സെൻറ്റിമീറ്ററാണ് ഒരു സീസണിൽ ആ ഭാഗത്ത് കിട്ടുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നു. അത് നമുക്ക് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ്. 2 മാസത്തെ മഴ 3 ദിവസം 4 ദിവസം കൊണ്ട് കിട്ടുന്നു. അതാണ് റിയലി ഹാപ്പനിങ്. നമ്മൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ചർച്ച ചെയ്ത സാഹചര്യങ്ങളാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലിനോയുടെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലിനോ മഴയെ ബാധിക്കും എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ചർച്ചകളിലൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അതിതീവ്ര മഴ ഉണ്ടാകുന്നു. എല്ലിനോ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? എല്ലിനോയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാർജ് സ്കെയിലായിട്ടുള്ള അല്ലെങ്കിൽ മൺസൂണിനെ സപ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. കാരണം അത് ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലിനോ ഉണ്ടാകുന്ന വർഷങ്ങളിൽ സീസണലി അതായത് 3-4 മാസം കിട്ടേണ്ട മഴയിൽ കുറവായിരിക്കും സംഭവിക്കുന്നത്. അത് ഏറെക്കുറെ അത് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ മഴക്കുറവിന് ഉള്ളിൽ നിന്നുകൊണ്ടും ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് 1-2 ദിവസം ഇത്തരം ആക്റ്റീവ് സ്പെല്ല് വരുന്ന അവസരങ്ങളിൽ അന്തരീക്ഷം ചൂട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ നീരാവി ഉൾക്കൊള്ളും. അപ്പം ആ നീരാവി മൊത്തവും ഘനീഭവിച്ച് മഴയായിട്ട് മാറും. അപ്പോൾ അതാണ്. അപ്പം മഴയുടെ ഇടവേളകൾ കൂടുന്ന അവസരങ്ങളിൽ വീണ്ടും അത് സർഫസ് ചൂടായിട്ട് അന്തരീക്ഷം ചൂടാകും. അതിലേക്ക് കൂടുതൽ നീരാവി എത്തും. ആ നീരാവിയെ കൂടുതൽ സമയം അന്തരീക്ഷം ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയും നീരാവി ഒന്നിച്ച് ഘനീഭവിച്ച് മഴയായിട്ട് മാറുമ്പോൾ അത് അതിതീവ്ര മഴയുടെ ഗണത്തിലേക്ക് മാറും. ഇതിനെല്ലാം ഒരു കണക്ഷനുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ഒരു കണക്ഷനുണ്ട്. അപ്പോൾ ആഗോളതാപനം ഉയർത്തിവിടുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അത് ഇവിടെ മാത്രമല്ല, യൂറോപ്പിലെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം എല്ലിനോയുടെ എഫക്റ്റ് യൂറോപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഉഷ്ണതരംഗങ്ങളായിട്ടും കാട്ടുതീയായിട്ടും റെക്കോർഡ് ഇതുവരെ ഫ്രാൻസ് ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാട്ടുതീയൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല പ്രദേശത്തും അതാത് കാലാവസ്ഥയെ കൂടുതൽ തീവ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് എല്ലിനോയുടെ ഇത്. അപ്പം ഇന്ത്യൻ മൺസൂണിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ സീസണൽ മീൻ കുറയുന്ന പാറ്റേണിൽ ഇത് വരുന്ന അവസരത്തിൽ 1-2 ദിവസം കൊണ്ടുള്ള ഈ എക്സ്ട്രീം സ്പെല്ല് കൊണ്ട് ഈ സീസണൽ മീനിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഹൈഡ്രോളജിക്കൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ മഴ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേനും നമ്മൾ വീണ്ടും വരൾച്ചയുടെ ഒരു എഫക്റ്റിലേക്ക് പോവുകയും ചെയ്യും. ഈ മഴ കുറയാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ കാര്യം. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഉരുത്തിരിഞ്ഞ് വന്നാൽ ഈ മഴക്കുറവ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാം. നമ്മളിപ്പം എല്ലിനോ എന്ന് പറയുന്നത് പസഫിക്കിൽ നടക്കുന്ന ഒരു പസഫിക്കിൻ്റെ കിഴക്കൻ പ്രദേശം അല്ലെങ്കിൽ പെറു, സൗത്ത് അമേരിക്കൻ കോസ്റ്റ് ചൂടാകുന്ന അബ്നോർമലായിട്ട് ചൂടാകുന്ന അവസ്ഥയാണ് എല്ലിനോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റേൺ പസഫിക് തണുക്കുകയും ചെയ്യും കമ്പയർ ടു നോർമലിക്കാൾ. അതുപോലെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഇന്ത്യൻ ഓഷൻ ചെറിയ ബേസിനാണ്. പക്ഷേ വെസ്റ്റേൺ അറേബ്യൻ സീ, അതായത് സൊമാലി കോസ്റ്റ് ആ ഭാഗം വരുന്ന അറേബ്യൻ സീ ഭാഗം, സെൻട്രൽ വെസ്റ്റേൺ അറേബ്യൻ സീ അമിതമായിട്ട് ചൂടാകും. അതേസമയം ഇന്തോനേഷ്യയൊക്കെ ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സതേൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഇക്വറ്റോറിയൽ സതേൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗം കൂളും ചെയ്യും. അപ്പം അവിടെ നടക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു സീസോ എഫക്റ്റാണ്. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അപ്പം ഈ ഇങ്ങനെ വെസ്റ്റേൺ അറേബ്യൻ സീ ചൂടാകുന്ന അവസരങ്ങളിൽ നമ്മൾ മൺസൂൺ അത് പലപ്പോഴും ഫേവറായിട്ട് വന്നിട്ടുണ്ട്. 1997 സൂപ്പർ എല്ലിനോ ഉണ്ടായത്. പക്ഷേ 97 ഇന്ത്യയുടെ മഴയെ അത്
ഗണ്യമായിട്ട് ബാധിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഫേസ്, ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൻ്റെ പോസിറ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗം ചൂടാകുന്നതാണ്. ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് മൺസൂൺ മഴയ്ക്ക് ഫേവറായിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൺസൂൺ സീസണിൽ സംഭവിക്കണം. അതായത് മൺസൂൺ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബറിനുള്ളിൽ ഇത് സംഭവിച്ചാലേ നമുക്ക് ആ ഒരു ഫേവർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ മൺസൂൺ ഓഗസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനുള്ളിൽ സെപ്റ്റംബറിനുള്ളിൽ അല്ലെങ്കിൽ അത് പോസിറ്റീവ് IOD വന്നാൽ മാത്രമേ നമുക്ക് മൺസൂൺ മഴയിൽ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പോസിറ്റീവ് IOD ഒരു എഫക്റ്റ് ചെറുതായിട്ട് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിലെ മഴ കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് സെപ്റ്റംബറിൽ പൊതുവെ മഴ കുറവാണ്. ആ സമയത്ത് ചിലപ്പോൾ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ന്യൂനമർദ്ദങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നീട് വരുന്നത് നമുക്ക് തുലാമഴയാണ്. ഇപ്പം വേറൊരു പാറ്റേൺ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ മഴ മാറിയിട്ട് തുലാമഴ വരുന്നത് ഒരു ഒക്ടോബർ പകുതി 20 കൂടിയൊക്കെയാണ്. അപ്പം ഇപ്പം കണ്ടുവരുന്ന ഈ മൺസൂൺ സീസണിൽ അവസാനത്തോടു കൂടി ആകുമ്പോഴേക്കും ഇതിൻ്റെ വിഡ്രോവൽ ഫേസ് വരും. ഈ രാജസ്ഥാനിലൊക്കെ നോക്കിയാൽ ഇത് മൺസൂൺ പതിയെ പിന്മാറി തുടങ്ങും ഒരു സെപ്റ്റംബർ പകുതി ആദ്യം തൊട്ട്. അപ്പം ഈ ഫേസിൽ വല്ല ന്യൂനമർദ്ദങ്ങളും മറ്റും ബംഗാൾ ഉൾക്കടലും അറബിക്കടലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മൺസൂണിൻ്റെ പിന്മാറ്റത്തെ കുറച്ച് ഒന്ന് തടസ്സപ്പെടുത്തി വീണ്ടും മൺസൂൺ സാഹചര്യം നിലനിൽക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാറ്റേണും കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കാണാറുണ്ട്. ചക്രവാത ചുഴികളൊക്കെ ഉണ്ടായി മഴയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അത് എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് നമ്മൾ നോക്കിയിരിക്കണം. ടൈമിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ കാലാവസ്ഥ ഒരു പ്രവചനാതീതമായ സംഗതിയായി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ അതിതീവ്ര മഴ ഉണ്ടാകുന്നത് കോട്ടയത്തും പത്തനംതിട്ടയിലേക്ക് ഉണ്ടാകുന്നത് അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അവിടെ ഉണ്ടാകുന്നത് റെഡ് അലർട്ടിന് സമാനമായ മഴയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്? നമ്മുടെ ഈ ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അങ്ങനെ അത്ര ഈ മഴ ഈ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കാറ്റഗറിയാണ്. 11 സെൻറ്റിമീറ്ററിനും 20 സെൻറ്റിമീറ്ററിനും വരെ 11 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് മഴയുടെ കാര്യത്തിൽ പറയുന്നത്. പക്ഷേ ഈ അലർട്ടുകളെ കൊടുക്കുന്നത് മഴ മാത്രം ആശ്രയിച്ചല്ല. കാരണം നമ്മൾ ഇപ്പം ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല അതിഗംഭീരമായിട്ടുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മഴയുടെ സാഹചര്യം കൂടെ ഫോർകാസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു പക്ഷേ റെഡ് അലർട്ട് തന്നെ കൊടുത്തിരുന്നത്. കാരണം റെഡ് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ അലർട്ടുകൾ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച മഴയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ കളർ സ്കെയിലൊക്കെ കൊടുക്കുന്നത്. കാരണം അങ്ങനെ അപ്പം അതിനു മുമ്പുള്ള 3-4 ദിവസം നല്ല മഴയാണെങ്കിൽ വീണ്ടും ഒരു ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റെഡ് അലർട്ട് തന്നെ ആ സമയത്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബിക്കടലിൽ ഓഫ് ദ കോസ്റ്റ് നമ്മളിത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ ഈ മേഘരൂപീകരണത്തിന് മേഘത്തിൻ്റെ ഘടന മാറുന്നു. പണ്ട് കാലത്ത് 6-7 കിലോമീറ്ററുള്ള മേഘങ്ങൾ ഇപ്പം 10 കിലോമീറ്ററും 14 കിലോമീറ്ററും. ഇപ്പം ഈ സമയത്ത് 14 കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. അതൊരു 8-9 കിലോമീറ്റർ. 8-9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ 7 to 8 എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ ഏരിയയെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. കൂമ്പാര മേഘങ്ങൾ സാധാരണ ഒരു 200 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 100 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ നടക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് 1000-2000 സ്ക്വയർ കിലോമീറ്ററിലാണ് ഇത്രയും ഹൈറ്റുള്ള ഡെപ്തുള്ള മേഘങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ വലിയ ഇത്തരം പൊട്ടൻഷ്യലായിട്ടുള്ള ക്ലൗഡ് ഡെവലപ്പ് ചെയ്യണം. ഈ ക്ലൗഡ് മൊത്തം ഡെവലപ്പ് ചെയ്യുന്നത് ഓഫ് കേരള കോസ്റ്റാണ്. ഇതിലൊരു ചെറിയ ഭാഗം മാത്രമേ നമ്മുടെ ലാൻഡിലേക്ക് കയറി വരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് കാറ്റ് അത്ര അനുകൂലമായിരുന്നില്ല. ഒരു പക്ഷേ കാറ്റുകൂടെ അനുകൂലമായിരുന്നെങ്കിൽ ഇത് ഇത്രയും മേഘങ്ങൾ കരയിലേക്ക് കയറുകയും ഇതിനേക്കാളിലും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം ഈ കാറ്റാണ് യഥാർത്ഥത്തിൽ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ ഈ വെതർ പ്രൊഡിക്ഷനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് കാറ്റാണ്. അപ്പം കാറ്റ് എത്രത്തോളം കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനനുസരിച്ചാണ് നമുക്ക് ഈ റെയിൻഫാൾ ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. കാറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴ കോട്ടയത്ത് പ്രതീക്ഷിക്കുന്ന മഴ ചിലപ്പം കൊല്ലത്ത് പോയി പെയ്തെന്നിരിക്കും. അപ്പോൾ കാറ്റിൻ്റെ അതാണ് ഒരു പരിമിതി. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ എമൗണ്ട് എന്നിരുന്നാൽ പോലും ഇതൊരു ആക്ഷനബിളായിട്ട് കൊടുത്തു. ഓറഞ്ച് അലേർട്ട് ഒരു 2-3 ദിവസം മുന്നേ നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 2-3 ദിവസങ്ങളിൽ. അപ്പോൾ അതാണ് സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു 3 മണിക്കൂർ മുമ്പുള്ള നൗകാസ്റ്റിംഗ് സ്കെയിലിൽ, അതായത് 3 മണിക്കൂർ മുമ്പ് ഈ കളർ സ്കെയിൽ അപ്ഡേറ്റ് ചെയ്യും. ആ അലേർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഡാറും സാറ്റലൈറ്റ് ഇമേജും ഒക്കെ വെച്ചിട്ടാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രവചന പരിധി എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 6 മണിക്കൂറേ ഉള്ളൂ. ഉം. അപ്പം അതാണ്. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ച് അലേർട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചിലപ്പം ഒരു നൗകാസ്റ്റിംഗ് സ്കെയിലിൽ അത് റെഡ് അലേർട്ടുമായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടെന്ന് നമ്മളെപ്പോഴും എന്താ പറയുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഉം. മനസ്സിലായി? ഓറഞ്ച് അലേർട്ട് ക്യാൻ ടേൺ ഇൻ ടു റെഡ് അലേർട്ട് ഇൻ ദി 3 hour നൗകാസ്റ്റിംഗ് സ്കെയിൽ. അപ്പോൾ അതുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുവരുന്നതാണ്. ഈ അലേർട്ടുകളുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവല്യൂഷനും ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഗ്രൗണ്ടിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു അതിതീവ്ര മഴ കഴിഞ്ഞു. ഇനി ഈ സീസണിൽ അങ്ങനെ ഒരു അതിതീവ്ര മഴ നമുക്ക് പ്രതീക്ഷിക്കാനാകും? ഞാൻ മൺസൂൺ സീസണിൽ ഈ വർഷത്തെ മൺസൂണിൽ യഥാർത്ഥത്തിൽ ഒരു ടിപ്പിക്കൽ ക്ലാസിക്കൽ മൺസൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്ത മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദിവസം കിട്ടിയ മഴയാണ്. ഇതിനു മുമ്പുള്ള 62 ദിവസം, അതായത് പകുതി ദിവസം കഴിഞ്ഞു മൺസൂൺ സീസണിൻ്റെ. ഇതിനുള്ളിൽ മൺസൂണിൻ്റെ ആ ഒരു നേച്ചറുള്ള മഴ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മഴ കുറവും. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് മഴ കിട്ടിയത് ഈ ഒരു സ്പെല്ലിലാണ്. പ്രത്യേകിച്ച് മഴക്കുറവ് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി, വയനാടൊക്കെ ജില്ലകളിലാണ് മഴക്കുറവ് ഏറ്റവും കൂടുതൽ. അപ്പം ഈ ഒരു സ്പെല്ല് മാത്രമാണ് കിഴക്കൻ മേഖലയിലേക്കും മഴ കയറി വന്ന് ഒരു ടിപ്പിക്കൽ മൺസൂൺ മഴ സജീവ കാലഘട്ടത്തിലേക്ക് പോയത്. ഒരു സീസണിൽ ഇങ്ങനെ മൺസൂൺ സജീവ കാലഘട്ടം ഉണ്ടാകുന്നത് കുറഞ്ഞതൊരു 3 തവണയിലും ഉണ്ടാകേണ്ടതാണ്. അപ്പം അതുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ, അതാണ് നമ്മുടെ സീസണൽ മീൻ കുറയുമോ കൂട്ടുമോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഡെയിലി കിട്ടുന്ന മഴയല്ല. ഈ ആക്റ്റീവ് സ്പെല്ല് 4 എണ്ണം വന്നാൽ നമുക്ക് ചിലപ്പോൾ സർപ്ലസ് ആയിട്ടുള്ള മഴ കിട്ടും. ഈ ആക്റ്റീവ് സ്പെല്ല് 2 കുറഞ്ഞാൽ നമുക്ക് സീസണിൽ കിട്ടേണ്ട മഴയിൽ അതിനനുസരിച്ചുള്ള കുറവുണ്ടാകും. അപ്പം ഈ ആക്റ്റീവ് സ്പെല്ലാണ്, ഈ സജീവ കാലഘട്ടമാണ് ഒരു പ്രദേശത്ത് മഴ കൂടുതലാകാവോ, സീസണൽ മഴ കൂടുതലാകാനുള്ള സാധ്യതയും കുറവാകാനുള്ള സാധ്യതയും നിർണ്ണയിക്കുന്നത്. അപ്പം ഓൾറെഡി നമുക്ക് 2 മാസം കഴിഞ്ഞു, ആക്റ്റീവ് സ്പെല്ല് കാര്യമായിട്ടുണ്ടായില്ല. ഒരെണ്ണം ഇപ്പം കിട്ടി, ഇനിയൊരു 60 ദിവസം കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരെണ്ണം കൂടെ വരാനുള്ള സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞ കാലാവസ്ഥ വ്യൂഹങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആക്റ്റീവ് സ്പെല്ല് ഒരെണ്ണം കൂടെ പ്രതീക്ഷിക്കാം. അതിനുള്ള സമയമുണ്ട്. അതിതീവ്രമാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ആക്റ്റീവ് സ്പെല്ല് വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് 200 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. അത് തീവ്രമഴ തന്നെ പ്രതീക്ഷിക്കാം. ആക്റ്റീവ് സ്പെല്ല് ഇത്തരം സിസ്റ്റങ്ങൾ വഴി വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മഴക്കുറവായിരുന്നു ആദ്യം പ്രവചിച്ചിരുന്നത്. എൽ നിനോ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഒരു ആക്റ്റീവ് സ്പെല്ല് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കുറച്ച് നാളൊരു വരണ്ട കാലാവസ്ഥയുടെ സാഹചര്യം കൂടിയുണ്ട്. ഇനി വരാനിരിക്കുന്ന വേനൽ പറയുന്ന പോലെ ഒരു സൂപ്പർ എൽ നിനോ സാഹചര്യത്തിൽ ഒരു വരൾച്ചയുടെ കാലമാകാനുള്ള സാധ്യതയില്ലേ? അതെ, നെക്സ്റ്റ് ഇയർ നമ്മളിപ്പം തുലാമഴയും കൂടെ അനുസരിച്ചിരിക്കും അത് എത്രത്തോളം രൂക്ഷമാകും എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ടുവേർഡ്സ് എൻഡ് ഓഫ് ഈ മൺസൂൺ സീസൺ, അതായത് സെപ്റ്റംബറിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് മൺസൂണിൽ കുറച്ച് നമുക്ക് മഴ കിട്ടും. ഈ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എലോങ് വിത്ത് എല്ലിനോ നമുക്ക് തുലാമഴയ്ക്കും ഫേവറാണ്. അപ്പോൾ തുലാമഴയ്ക്കും ചിലപ്പം കാര്യമായിട്ട് ചിലപ്പം കിട്ടിയെന്നിരിക്കും. മൺസൂൺ മഴ കുറഞ്ഞാൽ പോലും ഒരു 20% അല്ലെങ്കിൽ 25% വരെയൊക്കെ മഴ കുറഞ്ഞാൽ പോലും തുലാമഴയും കൂടെ കോമ്പൻസേറ്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ വലിയ ഒരു ജലക്ഷാമം നമുക്ക് ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാം. 2016 സംഭവിച്ചത് മൺസൂൺ മഴയും കുറവായിരുന്നു, തുലാമഴയും കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ മഴ അഥവാ കുറഞ്ഞാൽ തന്നെ തുലാമഴയിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ സ്കെയിലിൽ നമുക്ക് കിട്ടേണ്ട മഴയോട് അടുത്ത് കിട്ടും. നമുക്കത് വലിയ ഈ വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാതെ നമുക്ക് ആ വർഷം കടന്നു പോകും. പക്ഷേ എന്നിരുന്നാലും തുലാമഴ നേരിട്ട് നല്ലപോലെ കിട്ടിയാൽ പോലും അപ്പം അത് കുറഞ്ഞു വരുന്നത്. തുലാമഴ പൊതുവേ നമുക്ക് കുറവാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സമ്മർ, അതായത് നെക്സ്റ്റ് ഹാഫ് മന്ത്സ് അല്ലെങ്കിൽ ഹാഫ് ഇയർ, ജനുവരി തൊട്ട് ഏകദേശം അടുത്ത മൺസൂൺ വരെയുള്ള കാലഘട്ടം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കാരണം എല്ലിനോയുടെ സാഹചര്യത്തിൽ എന്തായാലും ചൂട് കൂടാനാണ് സാധ്യത. എല്ലിനോ വരുന്ന വർഷങ്ങളിൽ ചൂട് കൂടുക, എല്ലിനോ ഇല്ലാതെ പോലും ചൂട് കൂടുന്നു. നമ്മൾ കഴിഞ്ഞ ഈ ഉഷ്ണതരങ്ങളെ പറ്റി എല്ലിനോ ഇല്ലാതാണ് സംസാരിക്കുക. അപ്പോൾ എല്ലിനോ കൂടെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് കാണും. പിന്നെ അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കുറവ്, അതായത് റെയിൻ ഡെഫിസിറ്റ്, ജലക്ഷാപം കൂടെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് പ്ലസ് ഈ ജല ദൗർലഭ്യം ഇത് രണ്ടും കൂടെ എന്താ പറയുക എല്ലാ മേഖലകളിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നെക്സ്റ്റ് സമ്മർ സീസൺ, നമ്മളിപ്പം പൊതുവേ സമ്മർ സീസൺ നേരത്തെ ആകുന്നതായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി തൊട്ടേ ഒരു സമ്മർ പ്രതീതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏർലി സമ്മർ വരുന്നു. അപ്പം ഈ ജലക്ഷാമത്തിൻ്റെയൊക്കെ രൂക്ഷത നമുക്ക് വളരെ മുമ്പ് തന്നെ അത് അനുഭവപ്പെടും. അപ്പോൾ അത്തരത്തിൽ
നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന് പ്രിപ്പയർഡ് ആയി ഇരിക്കേണ്ടത്, ഈ എല്ലിനോ അല്ലെങ്കിൽ സൂപ്പർ എല്ലിനോ വരുന്നത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടത് ആ ഒരു നെക്സ്റ്റ് സമ്മറിലാണ്. കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഇൻ ടേംസ് ഓഫ് ഹീറ്റ് ആൻഡ് വാട്ടർ. ഈ തുലാവർഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അറിയാം, തുലാവർഷം വേണ്ടത്ര രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇനിയൊരു എല്ലിനോ സാഹചര്യത്തിൽ ഇത്തവണ തുലാവർഷത്തെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ മൺസൂണിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു ഘടകമുണ്ടല്ലോ, ഒരു പ്രവചനാത്മകത. അതിനെ പോലുള്ള അത്രയും പ്രഡിക്റ്റബിലിറ്റി തുലാമഴയുടെ കാര്യത്തിലില്ല. കാരണം മൺസൂണിൻ്റെ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 20% ആണെങ്കിൽ, കേരളത്തിൽ 20% ആണെങ്കിൽ, തുലാമഴയിൽ അത് 30%, 35% ഒക്കെ വരും. അപ്പോൾ അത്ര എന്താ പറയുക, അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു പാറ്റേൺ ആണ് തുലാമഴയുടെ എപ്പോഴും. തുലാമഴയിൽ നമുക്കൊരു 20%, 15 മുതൽ 20% മഴയാണ് ആനുവൽ വാർഷിക വർഷപാതത്തിൻ്റെ അത്രയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റക്കുറവ് ഉണ്ടാകാറുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും തുലാമഴയിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും അതുപോലെ എല്ലിനോ തുലാമഴയെ അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലിനോ ഉള്ള വർഷങ്ങളിൽ തുലാമഴ കൂടുതൽ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തുലാമഴയെ നമ്മൾ ഇപ്പം അധികം ക്രിട്ടിക്കലായിട്ട് അതിനെ എല്ലിനോ എഫക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തുലാമഴ കിട്ടേണ്ട പോലെ ഒരു ആവറേജ് മഴ കിട്ടിയാൽ നമുക്കൊരു പക്ഷേ ഈ വർഷം മാനേജ് ചെയ്യാൻ പോകാനുള്ള ഒരു അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. മൺസൂൺ മഴ കുറഞ്ഞാലും തുലാമഴ കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്താൽ, ആ മഴക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്താൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അതുകൂടെ കുറയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞ ആ ഒരു 6 മാസക്കാലം അത് കൂടുതൽ വഷളാകുന്നത്. ഈ കാലവർഷത്തെ അപേക്ഷിച്ച് തുലാമഴയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണ്. ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ മാറ്റത്തിൽ ഇടിമിന്നലിൻ്റെ രൂക്ഷത ഈ തുലാവർഷത്തിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതെ, തുലാമഴയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്. കാരണം വ്യാപകമായിട്ടുള്ള ഇടിമിന്നൽ മേഘങ്ങളാണ് തുലാമഴയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഞങ്ങളുടെ ഒരു പേപ്പർ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ തുലാമഴയിൽ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെവി റെയിൻ അത് വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. വളരെ വലിയ ഏരിയയിൽ ഹെവി റെയിന്, അതുപോലെ തന്നെ ഈ ലൈറ്റ്നിങ് ഉണ്ടാകാറുണ്ട്. ഈ ഗസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഈ വലിയ കൂമ്പാര മേഘങ്ങളിൽ നിന്ന് വരുന്ന കാറ്റ്, ഇതൊക്കെ കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ തുലാമഴയിൽ കൂടി വരും. തുലാമഴ ഒരു വില്ലനായിട്ടാണ് വരുന്നത് പലതരത്തിൽ, ലൈറ്റ്നിങ് ആയിട്ടും ഈ ഗസ്റ്റ് വിൻഡ് ആയിട്ടും. അതും ഷോർട്ട് ഡ്യൂറേഷൻ ഇൻറ്റൻസ് സ്പെല്ലും ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ശേഷം. അത് ഒരു 2-3 മണിക്കൂർ കൊണ്ട് വലിയ തോതിൽ ഇപ്പം കിട്ടുന്ന പോലെ 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ മഴയൊക്കെ ചിലപ്പം 2-3 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന രീതിയിലുള്ള മഴമേഘങ്ങൾ. അതിൻ്റെ കൂടെ ഈ ചക്രവാത ചുഴിയും കൂടെ ഒക്കെ വരും ഈ സീസണിൽ. അപ്പോൾ അതുകൂടെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ മഴ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. തുലാമഴയെ നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഇച്ചിരി മഴ കിട്ടുമെങ്കിലും അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മഴയാണ്.